ജി പറയുന്നത് സംസ്ഥാന സർക്കാർ ആദ്യം വ്യവസ്ഥ ചെയ്തിരുന്നതുപോലെ നീട്ടി നൽകാവുന്ന കാലാവധി 10 വർഷമായി തന്നെ തീരുമാനിച്ചിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് 61,095 കോടിയുടെ ഇപ്പോഴത്തെ മൂല്യം 353 കോടി അധിക വരുമാനം ലഭിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി വസ്തുതാപരമായി ശരിയല്ല. കാരണം സംസ്ഥാനത്തിൻ്റെ വരുമാന വിഹിതം ഞങ്ങൾ കണക്കിലെടുത്തിരുന്നു. 14,651 കോടി ചിലവാക്കുമ്പോൾ കൺസെഷണർക്ക് അതിന്മേൽ 400% വരുമാനം ലഭിക്കുമെന്ന വസ്തുത സംസ്ഥാന സർക്കാർ നിഷേധിച്ചിട്ടുമില്ല. പിന്നെ ഒരു ഭാഗം പറഞ്ഞത് വരുമാനത്തിൻ്റെ കാര്യമാണ്. മറ്റൊന്ന് കാലയളവിൻ്റെ കാര്യം. അത് CAG ചൂണ്ടിക്കാണിച്ചത് PPP പദ്ധതികളുടെ കൺസെഷൻ കാലയളവ് സാധാരണ 30 വർഷമാണ്. ഗ്രീൻഫീൽഡ് തുറമുഖം വിഭാവനം ചെയ്യുന്ന കുളച്ചൽ പദ്ധതിയിൽ കൺസെഷൻ കാലാവധി 30 കൊല്ലമായി നിർണയിച്ചിരിക്കുന്നതിനാൽ സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി അംഗീകരിക്കാൻ ആവില്ല. കൂടാതെ കൺസെഷൻ കാലാവധി 40 വർഷമാക്കിയെങ്കിലും കരാറുകാരൻ പരമാവധി ധനസഹായം ആവശ്യപ്പെട്ടു. ഇങ്ങനെയെല്ലാമുള്ള ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിൽ ഉള്ളത്. പൊതുവെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം മന്ത്രിസഭ ഇന്ന് പരിഗണിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അധ്യക്ഷനായി റിട്ടയേർഡ് IAS ഓഫീസർ K മോഹൻദാസ്, റിട്ടയേർഡ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഓഫീസർ PJ മാത്യു ഇവരംഗങ്ങളുമായിട്ടുള്ളതാണ് കമ്മീഷൻ. കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമാണ് അന്വേഷണം നടത്തുക. വേറൊരു പ്രധാന വിഷയം നമ്മുടെ ടൈമൊരു 6 മാസക്കാലം കൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ കൊടുക്കും. ആയിരത്തി 1960 മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിന് കീഴിൽ 2017 മെയ് 23 കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിൽ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് റെഗുലേഷൻ ഓഫ് ലൈവ് സ്റ്റോക്ക് മാർക്കറ്റ്സ് റൂൾസ് 2017 ഇതാണ് അവരുടെ വിജ്ഞാപനം. കന്നുകാലി ചന്തകളുടെ പ്രവർത്തനത്തിന്മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതാണ് പ്രസ്തുത ചട്ടങ്ങളുടെ പ്രധാന ഉദ്ദേശമായി പറയുന്നത്. എന്നാൽ കന്നുകാലികളുടെ കശാപ്പ് നിയന്ത്രിക്കുക മാത്രമല്ല, ഫലത്തിൽ നിരോധിക്കുന്നതിനിടയാക്കുന്ന വ്യവസ്ഥകളാണ് ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കന്നുകാലികളെ വിൽക്കുന്നയാൾ അവയെ ചന്തയിൽ കൊണ്ടുവന്നത് കശാപ്പിനു വേണ്ടി വിൽക്കാനല്ല എന്നുള്ള സത്യവാങ്മൂലം നൽകണമെന്നാണ് ചട്ടം 22B പ്രകാരം വ്യവസ്ഥ ചെയ്യുന്നത്. വാങ്ങുന്നയാളും ഇത്തരമൊരു സത്യവാങ്മൂലം നൽകണം. ഇത് വിൽക്കാനല്ല, കശാപ്പിന് വേണ്ടിയല്ല എന്ന്. കന്നുകാലി എന്ന പദത്തിൻ്റെ നിർവചനത്തിൽ പ്രധാനമായും പശു, കാള, എരുമ, പോത്ത്, കന്നുകുട്ടികൾ, ഒട്ടകം ഇവയെല്ലാം ഉൾപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് ഇത്തരമൊരു ചട്ടം ഉണ്ടാക്കുന്നതിനുള്ള അധികാരമുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്.
ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട്, ഈ ആക്ട് പ്രകാരം കാലിച്ചന്തകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ അധികാരം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല. അപ്പോൾ ഒരു നിയമത്തിൻ്റെ കീഴിൽ ചട്ടങ്ങൾ നിർമ്മിക്കുമ്പോൾ രണ്ട് വ്യവസ്ഥകൾ പ്രധാനമായും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ചട്ടങ്ങൾ നിയമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയായിരിക്കണം. രണ്ടാമത്തത്, നിയമത്തിൽ പ്രകടമായി ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം ചട്ടങ്ങൾ നിർമ്മിക്കപ്പെടണം. ഇത് എല്ലാ നിയമങ്ങൾക്കും ഒരുപോലെ ബാധകമായ ഒന്നാണ്. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾക്ക് ഭരണഘടനാ സാധുതയില്ല എന്ന തത്വം എല്ലാ നിയമങ്ങൾക്കും ബാധകമായിട്ടുള്ളതാണ്. ഈ മൂന്ന് തത്വങ്ങളുടെ പ്രകടമായ ലംഘനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയ ചട്ടത്തിൽ കാണാൻ കഴിയും. മറ്റൊരു പ്രശ്നം കന്നുകാലികളുടെ കശാപ്പ്. ഈ വിഷയം പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണ അധികാരങ്ങളിൽ പെടുന്ന ഒന്നല്ല. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ സ്റ്റേറ്റ് ലിസ്റ്റ് 2 15ാം ഇനമായി കന്നുകാലി സംരക്ഷണവും രോഗങ്ങൾ തടയലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചന്തകളും മേളകളും എന്ന വിഷയം പ്രസ്തുത ലിസ്റ്റിലെ 28ാം ഇനമാണ്. ഗോവധം നിരോധിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളും നിയമം പാസ്സാക്കിയിട്ടുണ്ട്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും ഗോവധം നിയമവിധേയവുമാണ്. പാർലമെൻറ്റിന് നിയമനിർമ്മാണ അധികാരം ഇല്ലാത്തതും സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടന നിയമനിർമ്മാണ അധികാരം നൽകിയിട്ടുള്ളതുമായ വിഷയത്തിൽ കേന്ദ്ര നിയമത്തിന് കീഴിൽ ചട്ടങ്ങൾ വഴി കടന്നുകയറ്റം നടത്താനുള്ള ശ്രമമാണ് ഈ 2017 ചട്ടങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. ഈ കടന്നുകയറ്റം ഭരണഘടനാ വ്യവസ്ഥകളുടെ പൂർണ്ണമായ ലംഘനമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 1G അനുസരിച്ചുള്ള മൗലിക അവകാശത്തിൽ അതിൻ്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഭരണഘടന സാധുതയുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആയിരിക്കണം. നിയമം നൽകുന്ന അധികാരപരിധി ലംഘിച്ചുകൊണ്ട് ചട്ടങ്ങൾ നിർമ്മിച്ച് മൗലികാവകാശത്തിൽ ഇടപെടുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിൻ്റെ മറവിൽ പൗരൻ്റെ തൊഴിൽ, വ്യാപാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശം ഇവയെല്ലാം ഹനിക്കുന്നത് അനുവദനീയമല്ല. പല സംസ്ഥാനങ്ങളിലും കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിലില്ല. ഈ സാഹചര്യത്തിൽ കന്നുകാലികളെ കശാപ്പിനായി വിൽക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഇപ്പോൾ പുറപ്പെടുവിച്ച ചട്ടം ഒരു സംസ്ഥാനത്തിനുള്ളിൽ തികച്ചും നിയമവിധേയമായി നടക്കുന്ന ഒരു പ്രവർത്തനം കേന്ദ്ര ചട്ടങ്ങൾ വഴി നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം ചെയ്യാൻ ഒരധികാരവും കേന്ദ്രത്തിനില്ല. ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 കീഴിലാണ് ചട്ടങ്ങൾ ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, ഈ നിയമത്തിൽ മനുഷ്യന്
ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നത് വകുപ്പ് 11(3) ഈ പ്രകാരം അംഗീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്റ്റിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്രകാരം ചെയ്യുമ്പോൾ മൃഗങ്ങൾക്ക് അനാവശ്യമായ വേദനയോ കഷ്ടപ്പാടോ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമാണ് നിയമം അനുശാസിക്കുന്നത്. ഇക്കാര്യത്തിന് 2001 ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് സ്ലോട്ടർ ഹൗസ് റൂൾസിൽ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ചട്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. മനുഷ്യനൊഴികെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിപുലമായ കാഴ്ചപ്പാടും അതനുസരിച്ചുള്ള നിർവചനവുമാണ് ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 2A വകുപ്പിൽ ആനിമൽ എന്ന പദത്തിന് നൽകിയിട്ടുള്ളത്. ഏതാനും മൃഗങ്ങളെ തെരഞ്ഞുപിടിച്ച് അവയെ കശാപ്പിന് വേണ്ടി വിൽക്കാൻ പാടില്ല എന്ന് ചട്ടങ്ങളിലൂടെ നിഷ്കർഷിക്കുമ്പോൾ പ്രസ്തുത ചട്ടങ്ങൾ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ടിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് തന്നെ വിരുദ്ധമാവുകയാണ്. അതുകൊണ്ട് തന്നെ നിയമസാധുതയില്ലാത്തതായി മാറുകയാണ്. 2017 ചട്ടങ്ങളുടെ ഭരണഘടനാപരവും നിയമപരവുമായ സാധുത ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് മന്ത്രിസഭ കാണുന്നത്. ഈ വിഷയങ്ങൾ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ് എന്നും മന്ത്രിസഭ വിലയിരുത്തുകയുണ്ടായി. ഇവിടെ ഈ ചട്ടത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വേറൊരു ഭാഗം, കന്നുകാലികളെ കൃഷി ആവശ്യത്തിനല്ലാതെ വിൽക്കരുത്, മൂക്ക് കയറിടരുത്, ചട്ടത്തിലുള്ളതാണ്. 6 മാസത്തിനകം വിൽക്കരുത്, വാങ്ങിയാൽ പിന്നെ 6 മാസത്തിനുള്ളിൽ വിൽക്കാൻ പാടില്ല. അറവുശാലകൾക്ക് വിൽക്കരുത്. ഇത് മുഴുവൻ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ്, ഈ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത, കുറേ വ്യവസ്ഥകൾ ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, പ്രായമാകാത്ത മൃഗത്തെ ചന്തയിൽ കൊണ്ടുവരരുത്. അപ്പോൾ പശുവും കന്നുകുട്ടിയാണെങ്കിൽ കന്നുകുട്ടിക്ക് പ്രായമാവില്ലല്ലോ, അപ്പോൾ ആ കന്നുകുട്ടിയെ കൊണ്ടുവരാൻ പാടില്ല എന്നർത്ഥം. കന്നുകാലികളെ ചന്തയിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ്റെ ഒപ്പോടെ ഡിക്ലറേഷൻ ഉണ്ടാവണം. ഡിക്ലറേഷൻ രൂപം പറഞ്ഞിട്ടുണ്ട്. കന്നുകാലിയുടെ ഉടമസ്ഥൻ്റെ പേരും മേൽവിലാസവുമുള്ള ID പ്രൂഫ് ഉണ്ടാവണം. ഇത് ഉടമസ്ഥൻ്റെ കാര്യമാണ്. അടുത്തത്, കന്നുകാലിയെ തിരിച്ചറിയാനുള്ള വിശദവിവരങ്ങൾ വേണം. അപ്പോൾ കന്നുകാലിയെ പറ്റിയുള്ള വിശദവിവരം ഇതിനകത്ത് ഉണ്ടാവണം, തിരിച്ചറിയാനുള്ള. അപ്പോൾ ID പ്രൂഫ് പറഞ്ഞിട്ടില്ല. കന്നുകാലിയെ ചന്തയിൽ കൊണ്ടുവന്നത് കശാപ്പിന് വിൽക്കുവാൻ വേണ്ടിയല്ല എന്ന ഡിക്ലറേഷൻ ഉണ്ടാവണം. 6 മാസത്തേക്ക് ഇത്തരം ഡിക്ലറേഷനുകൾ ആനിമൽ മാർക്കറ്റ് കമ്മിറ്റി സൂക്ഷിക്കും. ഒരു ഇൻസ്പെക്ടറിന് ആവശ്യപ്രകാരം ഇത് കൈമാറും. അപ്പോൾ ഒരു കന്നുകാലിയെ വിൽക്കുമ്പോൾ ആനിമൽ മാർക്കറ്റ് കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. മൃഗങ്ങൾക്കും മനുഷ്യർക്കും അടിസ്ഥാന സൗകര്യം ഒരുക്കുവാൻ വേണ്ടി ഡിസ്ട്രിക്റ്റ് ആനിമൽ മാർക്കറ്റ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓരോ മൃഗത്തിനും വേണ്ടി കൽപ്പിച്ച തുക കൈപ്പറ്റാൻ പറയുന്നുണ്ട്. കന്നുകാലികളെ കൊണ്ടുവന്നവരിൽ നിന്ന് അതിനെ കശാപ്പിനല്ല കാർഷിക ആവശ്യത്തിനാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരു അണ്ടർടേക്കിംഗ് അതിനോടൊപ്പം ഉണ്ടാവണം, ഇയാൾ വരുമ്പോൾ ഉണ്ടാവണം. കന്നുകാലിയെ വാങ്ങുന്നയാളുടെ പേരും വിലാസവും ID പ്രൂഫും വേണം. വാങ്ങുന്നയാൾ 6 മാസത്തേക്ക് അതിനെ വിൽക്കരുതെന്നും
അതിനെ നിയമപ്രകാരം കൊണ്ടുപോകേണ്ടതുള്ള ചെലവുകൾ വഹിച്ചു കൊള്ളാമെന്നുള്ള സമ്മതപത്രം വേണം. മേൽപ്പറഞ്ഞ എല്ലാ രേഖകളും 6 മാസം സൂക്ഷിക്കണം. ഇതിനെപ്പറ്റിയുള്ള എല്ലാ രേഖയും. മതപരമായ ആവശ്യങ്ങൾക്ക് അതിനെ ബലി കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതും ഈ നേരത്തെ പറഞ്ഞ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്ക് അതിനെ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ വ്യാപാരത്തിന് ഉള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വകുപ്പാണ്. ഇങ്ങനെ ഒട്ടേറെ വകുപ്പുകളാണ് ഈ കാര്യത്തിൽ ഉള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത്തരമൊരു കാര്യത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ഇത് നിയമപരമായി ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. കാരണം ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. അപ്പോൾ നിയമപ്രകാരം ചോദ്യം ചെയ്യണം എന്ന് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളെ ഹനിക്കുന്ന ഒന്നാണിത്. ഇത്തരമൊരു കാര്യത്തിൽ രാജ്യത്തിൻ്റെ പൊതു അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കേണ്ടതാണ് എന്നും പൊതുവിൽ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവുമായൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രത്യേക നിയമസഭാ യോഗം വിളിക്കുന്ന കാര്യവും ആലോചിക്കണം എന്നും കണ്ടിട്ടുണ്ട്. നിയമപരമായി പറഞ്ഞു അതെ അതെ ഇവിടെ വിളിക്കണം എന്നാണ് ആലോചിക്കുന്നത്. ഇത് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് പ്രധാനമന്ത്രിയുടെ മറുപടി വന്നു കഴിഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് കുറച്ച് ദിവസം പിടിക്കുമല്ലോ. മറ്റു മുഖ്യമന്ത്രിമാരിൽ നിന്ന് നേരിട്ട് മറുപടി വന്നിട്ടില്ല. പക്ഷേ ചിലരൊക്കെ അത് സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ അത് സ്ഥലത്ത് രേഖപ്പെടുത്തിയെന്ന് കേൾക്കുന്നുണ്ട്. ഇതോടൊപ്പം നമ്മുടെ കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ചർച്ച ചെയ്തിരുന്നു. അത് ബാങ്ക് രൂപീകരണം പെട്ടെന്ന് തന്നെ ആവുന്നതിന് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതിൽ വിദഗ്ധരടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക. പിന്നെ അതോടൊപ്പം തന്നെ കേരള സഹകരണ സംഘം ഭേദഗതി ഓർഡിനൻസ് പുനർവിജ്ഞാപനം ചെയ്യാൻ നിശ്ചയിക്കുകയുണ്ടായി. സഹകരണ ബാങ്ക് രംഗത്തെ ത്രിതല സംവിധാനം കാര്യക്ഷമമായ ദ്വിതല സംവിധാനമാക്കി മാറ്റുന്നതിനാണ് നടപടികൾ തുറന്നു വരുന്നത്. കേരള മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവേശനം ക്രമപ്പെടുത്തലും നിയന്ത്രിക്കലും ആ ഓർഡിനൻസ് പുനർവിജ്ഞാപനം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് പുനർവിജ്ഞാപനം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മെഡിക്കൽ മേഖലയിൽ പ്രവേശനത്തിന് നീറ്റ് നിർബന്ധമാക്കിയ പശ്ചാത്തലത്തിൽ സാമൂഹ്യനീതിയും മെറിറ്റും ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഓർഡിനൻസ്. അപ്പോൾ ഈ ജൂൺ 5-ന് 2 ഓർഡിനൻസുകളുടെയും കാലാവധി അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവ വീണ്ടും ഇറക്കിയത്. ബാക്കി കാര്യങ്ങൾ സാധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ലഭിക്കും. പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ കാര്യത്തിലുമുണ്ട് ഒരു ഭേദഗതിയുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കും. അല്ല, അത് നിയമപരമായ കാര്യങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ മറ്റു കാര്യങ്ങൾ നിയമപരമായി ആദ്യം ഇതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അത് വേണം. മറ്റു കാര്യങ്ങളും നിയമപരമായി ആലോചിക്കുക എന്നുള്ളതിനാണ് കണ്ടിട്ടുള്ളത്. ഏത് അത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഇതിൽ ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ളവർ അടക്കം ആലോചിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യുക. ഏറ്റവും അടുത്ത തീയതിയിൽ വിളിക്കും. നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന എല്ലാ ക്ഷോഭങ്ങളുടെയും ഒരു നേതൃസ്ഥാനത്ത് കേരളമാണ്. മുഖ്യമന്ത്രിമാർ യോഗം വിളിക്കുന്നു, കത്തയക്കുന്നു, ഇങ്ങനെ കാര്യങ്ങളെല്ലാം കേരളം മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് കേരളത്തിൽ ഇത്
ഇതിനെതിരെ ഏറ്റവും ഒരു വികാരം ഉയർന്നു വരുന്നതുകൊണ്ടാണോ കേരള വികസന ബജറ്റ്? കേരളത്തിൽ ഇതിൻ്റെ അവസ്ഥ നമ്മുടെ പൊതുവായിട്ടുള്ള മലയാളിയുടെ ആരോഗ്യനില വളരെ ഉയർന്നതാണല്ലോ. നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ എടുത്താൽ ഈ ഏറ്റവും കൂടുതൽ ആയുസ് നീണ്ട ജനത നമ്മുടെ നാട്ടിലല്ലേ ഉള്ളത്. അതിനൊരു ഘടകം നമ്മുടെ മലയാളിയുടെ ഭക്ഷണ രീതിയാണ്. ആ ഭക്ഷണ രീതി സമ്മതിക്കില്ല എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുതന്നെയാണ് പ്രധാന ഘടകം. കേരളത്തിൻ്റെ ഭക്ഷണ രീതി സമ്മതിക്കാൻ പറ്റില്ല എന്ന ഒരു നിലപാടാണ് ഫലത്തിൽ ഈ ചട്ടങ്ങളുടെ ഭാഗമായി വന്നു കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ 6552 കോടി രൂപയുടെ മാട്ടിറച്ചി കച്ചവടം ഒരു വർഷം നടക്കുന്നുണ്ടെന്നാണ്. അതായത് 2,52,000 ടൺ മാട്ടിറച്ചിയാണ് ഇവിടെ വ്യാപാരം ചെയ്യുന്നത് ഒരു വർഷം. അത്തരത്തിലുള്ള ഈ ഇറച്ചി വ്യാപാരത്തിൽ യഥാർത്ഥത്തിൽ വിൽപ്പന മേഖലയിൽ 5 ലക്ഷത്തോളം പേരാണ് തൊഴിലെടുക്കുന്നത്. നമ്മൾ കാണേണ്ടത് ഇറച്ചി പിന്നെ കഴിക്കൽ മാത്രമല്ല, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന സോപ്പിലും പേസ്റ്റിലും എല്ലാം ഇറച്ചീൻ്റെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതല്ലാത്തതുകൊണ്ട് പക്ഷേ ചിലതിലെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇറച്ചി മാത്രമല്ലല്ലോ, എല്ലും തോലും ഉണ്ടല്ലോ. ഈ എല്ലും തോലും വലിയ വിലയുടെ വ്യാപാരം നടക്കുന്ന മേഖലയാണ്. 15 ലക്ഷത്തോളം കന്നുകാലികളാണ് 15 ലക്ഷത്തോളം കന്നുകാലികളാണ് വർഷത്തിൽ കേരളത്തിലെത്തുന്നത്. ഇത് ആവശ്യത്തിന് കന്നുകാലി ഇല്ലാത്ത അവസ്ഥ വന്നാൽ, ഈ കന്നുകാലികളെ ഇങ്ങനെ പോറ്റാൻ പറ്റില്ല എന്ന നില വന്നാൽ പിന്നെ ആരെങ്കിലും കന്നുകാലികളെ പോറ്റാൻ നിൽക്കുമോ? ആവശ്യമില്ലാത്തവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്നവരാരെങ്കിലും അങ്ങനത്തെ കന്നുകാലിനെ സംരക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഈ ഗോമാതാവ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ ആരെങ്കിലും പിന്നെ മാതാവിനെ അങ്ങനെ പുറമെ സംരക്ഷിക്കുന്നുണ്ടോ? അവരവരുടെ വീട്ടിൽ ഒരു പശുവിനെ പിന്നെ പാല് വേണ്ട ആവശ്യത്തിന് പോറ്റുന്നുണ്ടാവും. അല്ലാത്ത ആരെങ്കിലും മാതാവിനെ കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ? എൻ്റെ മാതാവായത് എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അപ്പം ഈ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടാൽ എന്താ വരിക? കൃഷിക്കാരെങ്കിലും പിന്നെ ഇതിനെ പോറ്റാൻ നിൽക്കൂ? വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ വരിക. നമ്മുടെ നാട്ടിലെ പാലുൽപ്പന്നം തന്നെ താഴോട്ട് പോവില്ലേ? അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ ദ്രോഹകരമായി ബാധിക്കുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെയാണ് കേരളം ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നത്. കേരളം മാത്രമല്ല, മറ്റു പലരും ഇതിനെ എതിർക്കുന്നുണ്ട്. അല്ല, അത് അസംബ്ലി യോഗം കഴിയട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എടുക്കാമല്ലോ. GST ബില്ലിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം പിന്നീട് ചർച്ച ചെയ്യും. ഇപ്പോൾ എടുത്തിട്ടില്ല, ഇന്ന് സഭയിലുണ്ടായിട്ടില്ല, ഇന്നത്തെ മന്ത്രിസഭയിലുണ്ടായില്ല. അല്ല, നിയമസഭ ചേരട്ടെ ആദ്യം, അത് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. പ്രതിപക്ഷ നേതാവുമായിട്ടെല്ലാം കൂടി ആലോചിച്ചിട്ട് ഇക്കാര്യത്തിലെല്ലാം ഒരു പൊതുവായ സമവായമുള്ള കാര്യമാണിത്. അപ്പോൾ അതുമായി അങ്ങനെ തന്നെ നീങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നല്ലോ. അതിപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കാന്നുള്ളത്, ഒരു പൊതുവൊരു സൗകര്യം നോക്കണമല്ലോ. ആ സൗകര്യം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വിളിക്കും. ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രത്യേക മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും കശാപ്പ് നിരോധനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത് പോലെ തന്നെ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എടുത്തിട്ടുള്ള തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് മന്ത്രിസഭാ യോഗ തീരുമാനം എടുത്തിട്ടുള്ളത്. പൗരന്റെ മൗലിക അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്രം നടത്തുന്നത് എന്ന പൊതുവായ ചർച്ചയാണ് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടായത്.